ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന, എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു മസാല ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, കടിക്കാനായിട്ട് കിട്ടണം. അതിനു വേണ്ടി തന്നെ നമ്മുടെ ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നവരേക്കും മാത്രം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് അത്രയും മാത്രം ഇത് വേവിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സമൂസ ഷീറ്റാണ്. സമൂസ ഷീറ്റിലല്ലാതെ നമുക്ക് സാധാരണ മൈദമാവ് കുഴച്ചിട്ട് നന്നായിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു വലിപ്പത്തിൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. നോമ്പൊക്കെ ആയതുകൊണ്ട് കുഴയ്ക്കാനും എടുക്കാനൊക്കെ എല്ലാവർക്കും മടിയായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ട് അതിനൊന്ന് ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കണം. ഇനി ഒരു പുഴുങ്ങിയ മുട്ട എടുത്തതിന് ശേഷം ഈ ഒരു വീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇതേപോലെ വെച്ച് കൊടുക്കണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത പീസും വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കരുത്, അപ്പോൾ അതിൻ്റെ ഷേപ്പും ആകൃതിയൊക്കെ വ്യത്യാസമാവും. ഇനി ഇതിൻ്റെ അറ്റം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് മൈദപ്പൊടി വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു ബ്രഷിൽ ഈ മൈദാമാവ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മടക്കി കൊടുത്തതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള മസാലയൊക്കെ പുറത്തോട്ട് പോകും. ഇനി നമ്മൾ തേച്ച് കൊടുക്കാത്ത ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിലേക്ക് കൂടി കുറച്ച് മാവ് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു അറ്റം വലിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഭാഗം കൂടെ ഇതുപോലെ വലിച്ച് 2 സൈഡും ഒട്ടിച്ചു കൊടുക്കണം. ഒന്ന് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് ഒട്ടിയിരിക്കുക. ഇതേപോലെ തന്നെ നമ്മളെല്ലാം ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മസാലയൊന്നും പുറത്തു പോവാത്ത രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതേപോലെയല്ല ചെയ്യുന്നത്. ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് പൊടിയിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കാണാനും നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ മറ്റേ സൈസിൽ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റുമാണ്. അപ്പോൾ 2 രീതിയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കിക്കൊണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ബ്രെഡ് പൊടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളത് നോക്കിയിട്ട് വേണം പെട്ടെന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.